ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. സോഷ്യൽ സയൻസ് ക്ലാസ് 6 ഇത് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ്. മലയാളം മീഡിയത്തിൻ്റെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം മീഡിയത്തിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ലഭിക്കുന്നതായിരിക്കും. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ആൻസർ കീ ആണ്. സോഷ്യൽ സയൻസ് ക്ലാസ് 6. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. Economic activities can be divided into 3 sectors as primary, secondary and tertiary based on their general characteristics. A. Find out the statements related to the primary sector from the statements given below. Primary sectorമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ. The sector includes activities that directly utilize natural resources. അത് ശരിയാണ്. 3 അടുത്തത് സെക്ടർ നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ. 1ഉം 3ഉമാണ് ഇതിൽ കറക്റ്റായത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 1, 3. B question. Explain with examples how the primary, secondary and tertiary sectors relate with each other. Primary, secondary and tertiary sectors പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ബിയുടെ ആൻസർ വരുന്നത് പ്രൈമറി സെക്ടർ, ദ സെക്ടർ ദാറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ബൈ ഡയറക്ട്ലി യൂസിങ് നാച്ചുറൽ റിസോഴ്സസ്, ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ. സെക്കൻഡറി സെക്ടർ, ദ സെക്ടർ ദാറ്റ് ഫോംസ് ന്യൂ പ്രോഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദി പ്രൈമറി സെക്ടർ, ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രി. Tertiary sector, the sector that provides support to the economic activities in the primary and secondary sectors. 2. The spread of agriculture led to various changes in human life. A question. How did the spread of agriculture help in the formation of cities? Prepare a note. Answer idana. As a result of agriculture, food items could be produced in excess of requirements. This led to population growth. Also, not everyone had to engage in farming, which helped people focus on other occupations, handicrafts, trade. Due to this occupational skill and increased population, people started living together. This led to the growth of commercial centers and later cities. 2. Which are the continents that maintain commercial relationship through Silk Route? Option A ആണ് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. ഇനി 3A. Cultural changes mean the transformation that happens in the elements of culture across time. നമുക്കിതിൽ അറേഞ്ച് ദ ഗിവൺ ടേബിൾ ഇൻ ദ കറക്റ്റ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സും കൾച്ചറൽ ചേഞ്ചും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൻസർ വരുന്നത് 1 ബിയുമായിട്ട് മാച്ച് ചെയ്യുക, അക്കൾച്ചറേഷൻ. 2 സിയുമായിട്ട് മാച്ച് ചെയ്യുക, കൾച്ചറൽ അസിമിലേഷൻ. 3A ആയിട്ട് കേട്ടോ, കൾച്ചറൽ ഡിഫ്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ദി ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ലെഡ്സ് ടു കൾച്ചറൽ ഇന്നോവേഷൻ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ബിയുടെ ഉത്തരം നമുക്ക് നോക്കാം. ദി ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ലെഡ് ടു കൾച്ചറൽ innovation. For example, the arrival of the internet and social media has completely changed communication methods and information exchange. This has paved the way for new art forms, online communities and global cultural exchanges. It has helped to change traditional cultural values and form new modern values. Technology has also brought about major changes in educational methods. ഇനി 3B ആണ് കേട്ടോ. ഓർ ക്വസ്റ്റ്യനിൽ വരുന്ന 3Bയുടെ ക്വസ്റ്റ്യൻ. കൾച്ചർ ഈസ് വാട്ട് വി ട്രഡീഷണലി റിസീവ് ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ആസ് സച്ച് കൾച്ചർ ഹാസ് മെനി ക്യാരക്ടറിസ്റ്റിക്സ്. 3Bയുടെ എ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ഔട്ട് വിച്ച് ഫീച്ചർ ഓഫ് കൾച്ചർ ഈസ് കണക്റ്റഡ് ടു ദി എബോവ് ന്യൂസ്. ആൻസർ ഡി ആണ്, ഓപ്ഷൻ ഡി, കൾച്ചർ ഈസ് ഷെയർഡ്. ബി. വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് കൾച്ചർ ഈസ് ലേൺഡ്? എക്സ്പ്ലെയിൻ. കൾച്ചർ ഈസ് ലേൺഡ് എന്ന് പറയാനുള്ള റീസൺ എന്താ? എക്സ്പ്ലെയിൻ ചെയ്യുക. Culture is not biologically inherited or instinctive. Rather, it is acquired through the process of socialization, observation, and direct instruction within one society. People learn their cultural norms, values, traditions, and behaviors from family, friends, and institutions like schools rather than being born with them. Next വരുന്നത് 4A ആണ്. 4B ഉണ്ട്. 4A നോക്കാം. കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഓഷ്യൻസ്. നിങ്ങൾക്കിവിടെ കോണ്ടിനെൻറ്റ്സിൻ്റെയും അതുപോലെ ഓഷ്യൻസും അടങ്ങിയിട്ടുള്ള മാപ്പാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എ എന്താ? വിച്ച് ഇസ് ദ വെസ്റ്റേൺ ബോർഡർ ഓഫ് സൗത്ത് അമേരിക്ക ഓൺ ദ മാപ്പ്? സൗത്ത് അമേരിക്കയുടെ വെസ്റ്റിലുള്ളത് എന്താ? പസഫിക് ഓഷ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബി. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ഓഫ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ യൂസിംഗ് ദ ഗിവൺ ഹിൻസ്. തന്നിരിക്കുന്ന ഹിൻറ്റുകൾ വെച്ചിട്ട് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ നോട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ബിയുടെ ആൻസർ നോക്കാം.
Asia is the largest continent while Australia is the smallest. Asia is the most populous continent whereas Australia has a significantly smaller population. Asia features diverse landscape including massive mountain ranges and vast plains. Australia is predominantly a large desert interior with coastal urban centers. Asia's weather ranges from tropical to Arctic while Australia is mostly arid or semi-arid with some temperate and tropical regions. ഇനി 4B ആണ്. അപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് 4Bയുടെ ഉത്തരം. ഈച്ച് കോണ്ടിനെന്റ് ഹാസ് യൂണീക് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഓരോ കോണ്ടിനെന്റിനും യൂണീക്ക് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? ഏഷ്യയിലാണ്. 1 സി, സഹാറ ആഫ്രിക്ക. 2 എ, ആമസോൺ സൗത്ത് അമേരിക്ക. 3 ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബി ക്വസ്റ്റ്യൻ prepare a note comparing the features of the continents North America and South America using the given hints. അപ്പോൾ നോർത്ത് അമേരിക്കനെയും സൗത്ത് അമേരിക്കനെയും കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. North America is bordered by the Arctic Ocean to the north, the Atlantic Ocean to the east, and the Pacific Ocean to the west and south. South America is primarily in the southern hemisphere, bordered by the Atlantic Ocean to the east and the Pacific Ocean to the west. North America has a diverse climate ranging from Arctic in the north to tropical in the south. South America also has varied climates largely influenced by the Andes Mountains and the Amazon Basin. North America features major landforms like the Rocky Mountains and the Great Lakes. South America is known for the Andes mountain range, the world's longest, and the vast Amazon rainforest and river basin. Both continents have diverse populations and cultures. North America has developed economies, while South America is a region with developing economies and a rich pre-Columbian history. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത്രയും എല്ലാം വലിച്ചു നീട്ടി എഴുതണമെന്നില്ല കേട്ടോ. ഒരു 2 പോയിന്റ് എഴുതിയാലും മതി നിങ്ങൾക്ക്. ഞാനിവിടെ 4 എണ്ണം തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്തത് ദ എവിഡൻസസ് ഓഫ് ദ മെഗാലിതിക് ഏജ് ഫൗണ്ട് ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ നമുക്ക് മെഗാലിതിക് ഏജിൻ്റെ തന്നിട്ടുണ്ട്. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല് തന്നിട്ടുണ്ട്. ഇതെന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് മെഗാലിതിക് മോണമെന്റ്സ്? ക്രിമേഷൻ പ്രാക്ടീസസ് ആണ് കേട്ടോ. 5 സി ആണ് ആൻസർ. B. Prepare a note including the features of megalithic age. Construction in black stone and laterite called megalithic monuments because they were built with large stones or stone slabs. The stone monuments were built to bury mortal remains. It is also called the Iron Age because iron weapons were used. 6. Cultures were formed as a result of changes in human life during the Bronze Age. A question, which Bronze Age culture is the given clues related to? അപ്പോൾ formed in Nile Valley, written scripts are known as hieroglyphics, agriculture was the main livelihood of the people, kings are known as pharaohs. ഇത്രയും കേട്ടാൽ നമുക്ക് ഉറപ്പിക്കാം അതെന്ത് സിവിലൈസേഷൻ ആണ്. ഓപ്ഷൻ എ ഈജിപ്ഷ്യൻ ഓപ്ഷൻ എ അല്ല. എ ക്വസ്റ്റിന് ആൻസർ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് ആൻസർ. ഇനി ബി എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഓഫ് ഹ്യൂമൻസ് ഫ്രം സ്റ്റോൺ ഏജ് ടു ബ്രോൺസ് ഏജ് ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, സെൻറ്റേഴ്സ് ഫോർ എക്സ്ചേഞ്ചിങ് പ്രോഡക്ട്സ് വർ ഫോംഡ്, ടൗൺസ് ആൻഡ് സിറ്റീസ് വർ ഫോംഡ്. അപ്പോൾ ഇത്രയാണ് വരിക. 6 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. 6 എണ്ണത്തിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.